കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ അപകട ഭീഷണിയായി ഞെളിയൻപറമ്പിലെ കൂറ്റൻമരം. വേര് പുറത്തുവന്ന് ചാഞ്ഞു നിൽക്കുന്ന മരം എപ്പോൾ വേണമെങ്കിലും കടപുഴകി വീഴാവുന്ന അവസ്ഥയിലാണ്. എപ്പോൾ വേണമെങ്കിലും ഈ മരം കടപുഴകി വീഴാം. ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയിലൂടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാൽനടയായും ഓരോ ദിവസവും കടന്നു പോകുന്നത് അനേകം പേരാണ്. ശക്തമായ കാറ്റും മഴയും ഉള്ളപ്പോൾ അപകടഭീതി ഇരട്ടിയാകും. ഇവിടെ ഒരുപാട് വഴിയാത്രക്കാരും ബൈക്കും പിന്നെ ഫോർ വീലേഴ്സും ഒക്കെ വരുന്ന വണ്ടിയാണ്. ഇങ്ങനെ ഒരു മരം റോഡിലേക്ക് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഭീഷണിയായിട്ട് നിൽക്കുന്നത്. ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിലും പൊട്ടി വീഴാം, ആൾക്കാർക്ക് അപകടം പറ്റാം, പല കാര്യങ്ങളും സംഭവിക്കാം. റോഡിലേക്ക് ചാഞ്ഞ കൊമ്പുകൾ മുറിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിലും മരം മുറിച്ചു മാറ്റാൻ നടപടിയില്ല. ഞാൻ ഏകദേശം 2.5 മാസത്തോളമായി ഈ കാഴ്ച കാണാൻ തുടങ്ങിയിട്ട്. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് കോർപ്പറേഷൻ ജീവനക്കാർ വന്നിട്ട് 2 കൊമ്പും ചില്ലിയും വെട്ടിയെന്നല്ലാതെ പൂർണ്ണമായിട്ടും ഇതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ചെയ്തിട്ടില്ല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഒരുപാട് രാഷ്ട്രീയക്കാർ ഇതിലേ പോകുന്നുണ്ട്, പക്ഷെ ആരും ഇതിനു വേണ്ടി പ്രതികരിക്കുന്നില്ല. അത് വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കോർപ്പറേഷനും സോഷ്യൽ ഫോറസ്ട്രി വകുപ്പും നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ശക്തമായൊരു കാറ്റടിച്ചാൽ ഈ കൂറ്റൻ മരം കടപുഴകി വീഴാം. അപകടം പതിയിരിപ്പുണ്ട്. ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ കോഴിക്കോട് നിന്ന് ജയൻ കലിയാശ്ശേരിക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24.